തണ്ണീർമുക്കം പനയിട ക്ഷേത്രത്തിൽ പി.ജി. രാഘവൻ അനുസ്മരണവും രാമായണ യജ്ഞവും ജൂലൈ 28 മുതൽ 30 വരെ നടക്കും. സ്വാതന്ത്ര്യസമര സേനാനിയും ക്ഷേത്രം രക്ഷാധികാരിയുമായിരുന്ന പി.ജി. രാഘവന്റെ ചരമവാർഷികത്തിന്റെ ഭാഗമായാണ് യജ്ഞം നടത്തുന്നത്. CM പീതാംബരനാണ് യജ്ഞാചാര്യൻ. യജ്ഞദിനങ്ങളിൽ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ഉച്ചയ്ക്ക് അന്നദാനമടക്കമുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ക്ഷേത്രം പ്രസിഡന്റ് TR പ്രസാദ്, രക്ഷാധികാരി P. വിലാസിനി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജൂലൈ 28 രാവിലെ 8 മണിക്ക് വിഗ്രഹ പ്രതിഷ്ഠ നടക്കും. ക്ഷേത്രം പ്രസിഡന്റ് TR പ്രസാദ് ഭദ്രദീപ പ്രകാശനം നിർവഹിക്കും. ദേവീക്ഷേത്രത്തിലെ പ്രഥമ രക്ഷാധികാരിയായിരുന്ന ശ്രീ P.G. രാഘവന്റെ ചരമ വാർഷിക ആചരണത്തോടനുബന്ധിച്ച് അവിടെ നടക്കുന്ന പരിപാടികളെക്കുറിച്ചും അതിനോടനുബന്ധിച്ച് അതിൻ്റെ ചെറിയ ചരിത്രവും ഒക്കെ പറയുന്നതിന് വേണ്ടിയാണ്. P.G. രാഘവൻ എന്ന വ്യക്തി എൻ്റെ അച്ഛനാണ്, എൻ്റെ ചേച്ചിയാണ്, രക്ഷാധികാരിയാണ്. ഞാൻ ക്ഷേത്രം പ്രസിഡൻ്റാണ്. ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് ഈ ചേർത്തലയിലും തണ്ണീർമുക്കം മുഹമ്മ ആ ദേശത്തും തൊഴിലാളികളെ സംഘടിപ്പിച്ച് പ്രവർത്തിച്ച് അങ്ങനെ ഒരു ഭേദപ്പെട്ട ഒരു സ്ഥാപനം തണ്ണീർമുക്കത്ത് നടത്തി വരികയായിരുന്നു. ആ സ്ഥാപനത്തിൻ്റെ പേര് ന്യൂ ലേബർ കോർപ്പറേറ്റ്സ് എന്നാണ്. ഈ ന്യൂ ലേബർ കോർപ്പറേറ്റ്സ് നിങ്ങൾ കണ്ടു കാണും. ചേർത്തല തണ്ണീർമുക്കം ജംഗ്ഷന് കുറച്ച് പടിഞ്ഞോട്ട് മാറി 2 സൈഡിലുമായി ഒരു കോർ ഫാക്ടറിയാണ്. 3-4-5 വർഷം മുമ്പ് അത് പ്രവർത്തനരഹിതമായി. എനിക്ക് തോന്നുന്നത് പിന്നീട് വിൽക്കപ്പെടുകയാണ് ഉണ്ടായത്. ഷെയർ ഹോൾഡേഴ്സ് തൊഴിലാളികളായിരുന്നു. അച്ഛന് അത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാതെ വരികയും തൊഴിലാളികളെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ് ഉണ്ടായത്. എന്നാൽ 2020 അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം മാറി അച്ഛൻ ഒരു ആധ്യാത്മിക ജീവിതം കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ ഞങ്ങളുടെ പ്രദേശത്ത് കരിക്കാട് ഒരു ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയുണ്ടായി. ഇനിയുള്ള ഒരു പ്രധാന ചടങ്ങെന്ന് പറയുന്നത് എല്ലാ കർക്കിടക മാസത്തിലും കാർത്തിക നക്ഷത്രത്തിൽ ഈ P.G. രാഘവൻ അല്ലെങ്കിൽ അമ്മാവൻ എന്ന അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഒരു 3 ദിവസത്തെ രാമായണ യജ്ഞം നടത്തുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഞങ്ങളുടെ ഉദ്ദേശം. അത് എല്ലാ വർഷവും നടത്തുന്നതാണ്. 3 ദിവസത്തെ ഒരു രാമായണ യജ്ഞം നടത്തുന്നത്. അത് 28, 29, 30 തീയതികളിലാണ്. 30-ാം തീയതി യജ്ഞം കഴിഞ്ഞ് ഒരു ചെറിയ ഒരു പരിപാടി ഇവിടെ നടത്തുന്നുണ്ട്, ഒരു കച്ചേരി നടത്തുന്നുണ്ട്. ഈ 30-ാം തീയതി ഉച്ചയോടുകൂടി അമ്മാവൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടുകൂടി ഈ രാമായണ സമാപിക്കും.